നമസ്കാരം. ലോകം അതിന്റെ അവസാന നാളുകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് അയാളുടെ വെല്ലുവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഏറ്റവും പുതിയ പോസ്റ്റ് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ വാക്കുകൾ നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. വളരെയധികം വാശിയോടുകൂടിയാണ് ട്രംപിന്റെ ഓരോ വാക്കുകൾ എന്ന് വ്യക്തമാക്കുന്നു. ആ പോസ്റ്റിലേക്ക് നമ്മൾ നേരിട്ട് പോവാണ്. A whole civilization will die tonight. ഇന്ന് രാത്രി ഒരു മുഴുവൻ രാജ്യവും ഇന്നില്ലാതാകുമെന്നത് വ്യക്തമാക്കുന്നു. നെവർ ടു ബി ബ്രോട്ട് ബാക്ക് അഗെയിൻ. ഒരിക്കലും തിരിച്ചു വരാൻ പോലും കഴിയാത്ത രീതിയിൽ. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ, ബട്ട് ഐ പ്രോബബ്ലി വിൽ. എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഞാനത് ചെയ്ത് കളയും. However, now that we have complete and total regime change, where different, smarter and less radicalized minds prevail, maybe something revolutionarily wonderful can happen. Who knows? എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഭീഷണിയുടെ സ്വരമാണ്. We will find out tonight. One of the most important moments in the long and complex history of the world. ചരിത്രത്തിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നതെന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നു. വായിക്കുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലുള്ള ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത്. 47 years of extortion, corruption and death will finally end. God bless the great people of Iran. തക്ക ഭീഷണി, അതായത് ഭീഷണി നിറഞ്ഞ സ്വരത്തെക്കാൾ ഉപരി ഇതിനകത്ത് വേറെ എന്താണ് വായിക്കാനുള്ളത്? ഇത് വന്നിരിക്കുന്നത് വൈകുന്നേരമാണ്. ട്രംപിൻ്റെ ഈ ഒരു ഭീഷണി വാക്കുകൾ മുഴങ്ങുന്നത് സത്യം പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ത്രെട്ടുകൾ ഇതിനു മുമ്പ് ഇറാനെതിരെ ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയുമാണ് ട്രംപ് ഈ പോസ്റ്റിൽ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും ഡെഡ് ലൈനായിട്ട് കുറിച്ചിരിക്കുന്നത് രാത്രി 8 മണിയാണെന്ന് വ്യക്തമാക്കുന്നു. അതായത് US രാത്രി 8 മണി, ഇന്ത്യൻ സമയം രാവിലെ 5:30 പറയുന്ന ടൈം എന്ന് പറയുന്നത്. 8 മണിയാണ് ഹോർമുസ് കടലെടുക്ക് തുറക്കാനുള്ള സമയപരിധിയായിട്ട് ട്രംപ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ട്രംപ് ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭീഷണികൾ ഇറാൻ നേരത്തെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് പോകാം. മാർച്ച് 22-ാം തീയതിയാണ് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ട്രംപ് ആദ്യമായി ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് പറയുന്നത് ഓപ്പൺ ഹോർമുസ് ഇൻ 48 hours എന്നതാണ്. മാർച്ച് 22 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചകളാവാൻ പോകുന്നു. 22-ാം തീയതി പറഞ്ഞത് ഹോർമുസ് തുറക്കണം 48 മണിക്കൂറിനുള്ളിൽ എന്നാണ്. അത് ഇറാൻ കേട്ടില്ല, ഇറാൻ ചെവികൊണ്ടില്ല. അത് കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 26-ന് ഹോർമുസ് കടലെടുക്ക് 5 ദിവസത്തിനുള്ളിൽ തുറക്കണമെന്ന് ട്രംപ് പറയുന്നുണ്ട്. അതായത് ഏപ്രിൽ ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഹോർമുസ് കടലെടുക്ക് തുറക്കണമെന്ന് ട്രംപ് വെല്ലുവിളിച്ചു. ഇറാൻ അതും ചെവികൊണ്ടില്ല. മാർച്ച് 27 ആയപ്പോഴേക്കും ട്രംപ് വീണ്ടും ഒരു അന്ത്യശാസനവും വെല്ലുവിളിയും കൊടുത്തു. ഹോർമുസ് 10 ദിവസത്തിനുള്ളിൽ തുറക്കണമെന്ന് വീണ്ടും ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഏപ്രിൽ 5-ാം തീയതി ഇതൊന്നും ഇറാൻ കേൾക്കുന്നില്ല. ഏപ്രിൽ 4-ാം തീയതി ഹോർമുസ് 48 മണിക്കൂറിനുള്ളിൽ തുറക്കണമെന്ന് പറയുന്നു. ഏപ്രിൽ 5-ാം തീയതി ഹോർമുസ് ചൊവ്വാഴ്ചക്കുള്ളിൽ തുറക്കണമെന്ന് പറയുന്നു. ഏപ്രിൽ 7-ാം തീയതിയാണ് ഓപ്പൺ, ആ ഒരു തെറിഭാഷ ഉപയോഗിച്ച് ഹോർമുസ് ബൈ ട്യൂസ്ഡേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെല്ലുവിളിക്കുന്നു. ഓപ്പൺ ഹോർമുസ് ബൈ വെനസ്ഡേ എന്ന് പറഞ്ഞ് ഏപ്രിൽ 7-ാം തീയതി വീണ്ടും വെല്ലുവിളിക്കുന്നു. അതായത് വീണ്ടും ഒരു ടൈം ലൈൻ കൂട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ ട്രംപ് എന്തോ വലിയ വാശിക്ക് പുറത്ത് സംസാരിക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ചരിത്രത്തിൽ പോലും കാണാൻ കഴിയാത്ത ഒരു എൻറ്റയർ സിവിലൈസേഷൻ ഇല്ലാണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം സർവനാശത്തിലേക്ക് നീങ്ങുകയാണോ? ട്രംപിന്റെ വെല്ലുവിളി അവസാനമാകുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളായി മാറുന്നുണ്ടോ? ഇറാൻ പക്ഷേ ട്രംപിന്റെ ഈ പോസ്റ്റിന് പോലും കളിയാക്കിക്കൊണ്ടാണ് മറുപടി കൊടുക്കുന്നത്, സട്ടയറിക്കലായിട്ടാണ് മറുപടി കൊടുക്കുന്നത് എന്നതും കൂടി എടുത്തു പറയണം. ഇറാന്റെ എംബസികൾ പോസ്റ്റുകൾ ഇടുമ്പോൾ പോലും ട്രംപിനെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ഇറാൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാം, പക്ഷെ നിങ്ങൾ ശാന്തമായി സംസാരിക്കൂ എന്നത് ട്രംപിനൊരു ഭീഷണിയായിട്ട് പോലും ഇറാന്റെ എംബസി സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ ഈ ഭീഷണി, ഈ തെറിവിളി, ഈ ഫ്രസ്ട്രേഷൻ ഇതൊന്നും തന്നെ ഇറാൻ ചെവിക്ക് എടുക്കുന്നില്ല എന്നത് വേണം തന്നെ മനസ്സിലാക്കാൻ. പക്ഷേ ട്രംപ് മണിക്കൂറുകൾ എടുക്കുന്തോറും ഈ പോസ്റ്റുകൾ ഇടുന്നുണ്ട് എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനകത്ത് വാക്കുകൾ പോലും പേടിപ്പിക്കുന്നതാണ് എന്നതും കൂടി എടുത്തു പറയുന്നു. പക്ഷേ ഇറാന് പേടി ഉണ്ടാവുന്നില്ല. നമുക്ക് ഒരിക്കൽ കൂടി ആ പോസ്റ്റ് പോകാം. ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്, നെവർ ടു ബി ബ്രോട്ട് ബാക്ക് അഗെയിൻ. I don't want that to happen, but it probably will. However, now that we have complete and total regime change, where different, smarter and less radicalized minds prevail, maybe something revolutionarily wonderful can happen. Who knows? We will find out tonight. One of the most important moments in the long and complex history of the world. 47 years of extortion, corruption and death will finally end. God bless the great people of Iran എന്നതാണ് ഈ നിർണായകമായ പോസ്റ്റ്, ഈ നിർണായകമായ മണിക്കൂറിൽ ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.